ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഐറ്റം ചിക്കൻ വരട്ടിയെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ ചില രീതിയിൽ ചിക്കൻ ചുക്കാന്നും ചിക്കൻ പെരട്ടെന്നൊക്കെ പറയും. എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തിക്ക് ഗ്രേവിയുള്ള ഒരു ചിക്കൻ ഡ്രൈ റെസിപ്പിയാണിത്. നമുക്ക് തുടങ്ങാം. വെൽക്കം ടു ജോർജ് കിച്ചൻ. ഇപ്പോൾ ഈ ചിക്കൻ വരട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും ഒരു ഫുൾ വെളുത്തുള്ളിയും തൊണ്ട് പൊളിച്ച് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. 2 മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് നമുക്ക് നടുവേ കീറിയെടുക്കാം. 3 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുളക് പൊടി വേണം, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല വേണം, മല്ലിപ്പൊടി വേണം, കറിവേപ്പില വേണം. നമ്മൾ ചേർക്കുന്ന ഡ്രൈ സ്പൈസസ് ഇതൊക്കെയാണ്. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 4-5 ഗ്രാമ്പും, ഒരു 3 കഷ്ണം പട്ടയും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം വയ്ക്കാം. പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഏറ്റവും ആദ്യം കറിവേപ്പിലയും ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നോടെ വരെ നമുക്ക് ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊരു 15 മിനിറ്റ് ചെറുതീയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ അല്ല, ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആവുന്നതോടെ വരെയും നന്നായിട്ട് നമുക്കിത് സോട്ടേ ചെയ്തെടുക്കാം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ പരുവം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ കൂടി ഈ പാൻ്റെ ഒരു സൈഡിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ പൗഡേഴ്സ് റോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഏറ്റവും ആദ്യം നമുക്കൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചെറുതീയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടി പിടിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതീയിൽ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ കളറൊന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്നതോടെ വരെ നമുക്ക് ചെറുതീയിൽ തന്നെ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ ഈ വഴറ്റിച്ചേക്കുന്ന സവാളയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ടിൻ്റെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗവും നല്ലപോലെ കോട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചെറുതീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി നല്ല കുറുകി വരും. അതുപോലെ തന്നെ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ചിക്കൻ്റെ ഒരു പകുതി ലെവൽ വരെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അടുത്ത 20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഒരു 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇതുപോലെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 പിടി കറിവേപ്പിലയും കൂടി വാരി വിതറി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ വരട്ട് റെഡി. ഇനി ഞാൻ ഇത് സെർവ് ചെയ്യാൻ പോവാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് ജോർജ് കിച്ചൻ.